നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം പലപ്പോഴും ഭരണം നടത്തുന്നത് പൊതുമരാമത്ത് മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസ് ആണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? പലരും പല പടലപ്പിണക്കങ്ങളും മുഹമ്മദ് റിയാസുമായിട്ടുണ്ട്. കടുത്ത അമർഷം റിയാസിന്റെ ഭരണത്തോട് മന്ത്രിസഭയിലും ഉദ്യോഗസ്ഥ തലത്തിലും ഉള്ളവർക്കുണ്ട്. പക്ഷേ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിൽ അമ്മായിയപ്പൻ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം. പല പദ്ധതികളും അമ്മായിയപ്പനും മരുമകനും തമ്മിൽ ആലോചിക്കും, നടപ്പാക്കും. അതിപ്പോൾ ഏത് വകുപ്പിന്റെ ഏതു കാര്യമാണെങ്കിലും ശരി. പലപ്പോഴും ധനമന്ത്രി KN ബാലഗോപാലിന് പോലും വരുന്ന ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തത് മന്ത്രിസഭയ്ക്കുള്ള ഈ ബി ടീം കളിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ നോക്കുക, കേരളീയം രണ്ടാമത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ തവണ നടത്തിയതിന്റെ ചെലവുകളുടെ കണക്കുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കേരളീയം പരിപാടി കഴിഞ്ഞ 2 മാസത്തിനകം സ്പോൺസർമാരുടെ വിവരം പുറത്തു പറയുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ അതും നടന്നില്ല. PRD ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് 10,82,00,000 രൂപ സ്പോൺസർഷിപ്പായി ലഭിച്ചു എന്ന വിവരം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ആര് നൽകിയ തുകയാണെന്നോ എത്ര രൂപ ചെലവഴിച്ചുവെന്നോ ഒന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലെ മിക്ക ചോദ്യങ്ങൾക്കും മറുപടിയുമില്ല. 2023 നവംബർ 7 അവസാനിച്ച പരിപാടിയുടെ വിവരങ്ങൾ 2 ആഴ്ചക്കകം പുറത്തുവിടുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. 2023 കേരളീയത്തിന്റെ സ്പോൺസർമാരിൽ ഭൂരിഭാഗവും സർക്കാരിന് കീഴിലുള്ള ചരക്ക് സേവന നികുതി വകുപ്പിനെതിരെ കേസ് നടത്തുന്നവരായിരുന്നു എന്നുള്ളതും മറ്റൊരു സത്യം. ഇത്തവണ കേരളീയം നടത്തുന്നത് മിസ്റ്റർ മരുമകന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. 3480-80-104-99-04 പ്ലാൻ എന്ന ശീർഷകമാണ് കേരളീയത്തിനായി ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഈ മാസം 9-നാണ് പുറത്തിറങ്ങിയത്. കേരളീയത്തിന് പണം അനുവദിക്കുന്നത് ഈ ശീർഷകത്തിൽ ആയിരിക്കും. കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ സ്പോൺസർഷിപ്പ് പണം എത്തിയിരുന്നത് PRD ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലായിരുന്നു. 12 കോടി ഈ അക്കൗണ്ടിൽ എത്തിയെന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ കണക്ക്. ഇനിയും പണം കിട്ടാനുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. നികുതി വെട്ടിപ്പുകാരാണ് ഭൂരിഭാഗം സ്പോൺസർമാർ എന്ന് തന്നെയായിരുന്നു സൂചന. മുഖ്യമന്ത്രി സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല. ഈ വർഷം ഡിസംബറിലാണ് കേരളീയം പരിപാടി നടത്തുക. സ്പോൺസർഷിപ്പ് ചെയർപേഴ്സൺ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ രസകരം. തലസ്ഥാനത്തെ മുതലാളിമാരുടെ കടകളിൽ നിന്ന് പണം എത്തിക്കുക എന്നതാണ് മേയറുടെ ജോലി. കഴിഞ്ഞ തവണ വ്യാപകമായി പണപ്പിരിവ് നടത്തി കേരളത്തിനായി അഹോരാത്രം പണിയെടുത്ത GST അഡീഷണൽ കമ്മീഷണർ എബ്രഹാം റെന്നിനാണ് ഇത്തവണയും ആര്യയെ സഹായിക്കാനുള്ള ചുമതല. മേയർ കസേരയിൽ ആര്യയ്ക്ക് ഇനിയൊരു ഊഴം ലഭിക്കില്ല എന്നുറപ്പ്. സീറ്റ് പോലും ആര്യയ്ക്ക് കൊടുക്കരുത് എന്നാണ് CPMന്റെ തീരുമാനം. തലസ്ഥാനത്ത് മേയർ വിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന വിലയിരുത്തലാണ് CPMൽ മൊത്തമുള്ളത്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മേയർ കസേരയിൽ ഇരുന്നുകൊണ്ട് കേരളീയത്തിനായി പണപ്പിരിവ് നടത്താനുള്ള അവസാന അവസരമാണ് ആര്യയ്ക്കുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പണപ്പിരിവ് നടത്താനും സ്പോൺസർമാരെ കണ്ടെത്താനും ആര്യ ശ്രമിക്കും. തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില CPM നേതാക്കന്മാർക്ക് ഇതിലൂടെ മറുപടി പറയാൻ സാധിക്കുമെന്നാണ് മേയറുടെ പ്രതീക്ഷ. ഫണ്ട് കൂടിയാൽ മുഖ്യന്റെയും മരുമകന്റെയും മുഖം കൂടുതൽ പ്രസാദിക്കും. തലസ്ഥാനത്തെ കോർപ്പറേഷൻ സീറ്റ് ലഭിച്ചില്ലെങ്കിലും MLA സീറ്റ് ഇതിലൂടെ ലഭിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ആര്യ. ആര് ഫണ്ട് പിരിച്ചാലും അത് റിയാസിന്റെ വകുപ്പിൽ കൊടുക്കാൻ ബാലഗോപാൽ ഉത്തരവിട്ട സ്ഥിതിക്ക് റിയാസും ഹാപ്പിയാണ്. എന്തായാലും ഇഷ്ടം പോലെ മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് ആര്യയ്ക്ക് കൂടുതൽ പിരിക്കാൻ തന്നെ കഴിയുമെന്നാണ് കരുതേണ്ടത്. മാത്രമല്ല, ആമയിഴഞ്ചാൻ തോട് വിവാദത്തിന് മുമ്പ് യദുവുമായുള്ള KSRTC ബസ് ഡ്രൈവർ യദുവുമായുള്ള പ്രശ്നവും ആകെ ആര്യയുടെ ശോഭ കെടുത്തിയിരുന്നു. റിയാസിനും ആര്യയുടെയും ഭർത്താവിനെയും പ്രശ്നത്തിൽ കൂടുതൽ കൈകടത്താൻ കഴിഞ്ഞില്ല. അത്രയേറെ നാറി നിൽക്കുകയാണ് ആര്യയും ഭർത്താവും. കേരളീയത്തിന് വന്ന ലക്ഷങ്ങൾ കൊണ്ടുപോയ നടി ശോഭനയെ ഡിസംബറിൽ നടക്കുന്ന കേരളീയം പരിപാടിക്ക് വിളിക്കരുത് എന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. കേരളീയത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുത്ത 4-ാം മാസം BJP രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ശോഭന രംഗത്തിറങ്ങിയിരുന്നു. ശോഭന വേണ്ടയോ എന്ന് മുഹമ്മദ് റിയാസ് തീരുമാനിക്കും. കേരളീയം ഫണ്ടിന്റെ കസ്റ്റോഡിയൻ റിയാസ് ഇത്തവണ ശോഭനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തും എന്നാണ് സൂചന.
ഐസക്കും ബേബിയും ശത്രുനിരയിൽ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി ഉള്ളിടത്തോളം കാലം മരുമകന് ശുക്രനാണ്. മന്ത്രിസഭയിലെ ശുക്ര നക്ഷത്രത്തിന് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് എല്ലാ ആശംസകളും നേരുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനുമില്ല. എന്തായാലും ഈ കേരളീയ നടത്തിപ്പിലൂടെ ആരെയും മന്ത്രി മുഹമ്മദ് റിയാസും എത്ര കോടിയാണ് വെട്ടിക്കാൻ പോകുന്നതെന്ന് അവസാനം നമുക്ക് കാണാം. നന്ദി.